प्यारे बच्चों, नमस्कार। आज जिस गली में मैं रहता हूँ नामक डायरी का बाकी भाग हम पढ़ेंगे। पिछले दिन में हमने क्या पढ़ा याद है ना? 1857 की स्वतंत्रता की पहली लड़ाई के बाद अंग्रेज़ों ने वहाँ के राजा बहादुर शाह जफर को रंगून की ओर भेज दिया गया। उस समय दिल्ली की अवस्था क्या थी, इसके बारे में इस डायरी से हमें मालूम होता है। उस समय दिल्ली की अवस्था बहुत दयनीय थी। वहाँ के लोगों को अंग्रेज़ों ने फांसी पर चढ़ा दिया। इसके बाद क्या हो गया, आगे देखिए। दिल्ली में अब कुछ ही हजार लोग बचे होंगे, बाकी सब अंग्रेज़ों के गुस्से का शिकार हो गए। बचे सिर्फ वे जो दिल्ली से भाग गए। वे लोग खुशकिस्मत थे, वरना उन्हें भी फांसी दे दी जाती। दिल्ली में रहना ही उन दिनों मानो अपराध हो गया था। पर दिल्ली में अब कुछ ही हजार लोग बचे होंगे। पर दिल्ली വളരെ കുറച്ച് ആളുകൾ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ അല്ലേ? കുച്ച് ഹി ഹസാർ ലോഗ് അല്ലേ? വളരെ കുറച്ച് ആളുകൾ മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. ബാക്കി സബ് അംഗ്രേസോं के गुस्से का शिकार हो गए. ബാക്കി സബ് ലോഗോं को क्या हो गया അല്ലേ? മറ്റുള്ളവർക്കൊക്കെ എന്താണ് പറ്റിയത്? അവരൊക്കെ ബ്രിട്ടീഷുകാരുടെ ഗുസ്സെ കാ ശിക്കാർ ബൻ ഗए. അവരുടെ ദേഷ്യത്തിന് ഇരകളായി തീർന്നു. ശിക്കാർ വിക്ടിം, ഇരകളായി തീർന്നു. ബച്ചെ സിർഫ് വേ ജോ ദില്ലി സെ ഭാഗ് ഗए. അവർ മാത്രമാണ് അവശേഷിച്ചത്. ആരാണ് ദില്ലിയിൽ നിന്ന് ഓടിപ്പോയവർ? വേ ലോഗ് ഖുശ് കിസ്മത് ഥേ. അവർ ശരിക്കും എന്താണ്? ഭാഗ്യശാലികളായിരുന്നു. വർണ്ണ ഉനെ ഭി ഫാസി ദേ ദി ജാത്തി. വർണ്ണ നഹിത്തോ, അല്ലെങ്കിൽ എന്താണ്? ഉനെ ഭി ഫാസി ദേ ദി ജാത്തി. അവർക്കും എന്ത് ലഭിക്കുമായിരുന്നു? തൂക്കുമരം തന്നെ ലഭിക്കുമായിരുന്നു. ദില്ലി മേ രഹ്ന ഹി ഉൻ ദിനോ മാനോ അപരാധ് ഹോ ഗയാ ഥാ. ദില്ലിയിൽ താമസിക്കുക എന്ന് പറയുന്നത് തന്നെ ആ സമയത്ത് അപരാധമായി കരുതിയിരുന്നു. मेरी पहचान का बिस्ती था चिराग अली, बेहद सीधा साधा आदमी। रोज़ सुबह शाम नहर का पानी अपनी मस्क में भरता और अल्लाह के गुण गाता हुआ सड़कों में सींचा करता। खाने के लिए जो कुछ भी रूखी सूखी मिल जाती उसी को गले के नीचे उतार अपने में मग्न रहता। एक रोज़ दिल्ली के बड़े हाकिम हडसन साहब जब सड़क से अपने घोड़े पर सवार होकर निकल रहे थे, चिराग अली सड़क सींच रहा था। उसने हडसन साहब को सलाम नहीं किया, ईश्वर के गुण गाता रहा। हडसन साहब को जो गुस्सा आया, उन्होंने अपनी तलवार से अभागे चिराग अली का पेट चीर डाला और उसकी लाश दिल्ली दरवाजे पर डांग दी। इन्हीं हडसन साहब ने बादशाह बहादुर शाह जफर के दोनों बेटों शाहजादा फसल और मिर्ज़ा अबू बकर का भी खून कर उनके सिर दिल्ली दरवाजे पर लटका दिए थे। हडसन को हिंदुस्तानियों का खून करने में बड़ा मज़ा आता था। वो मेरी पहचान का भिस्ती था चिराग अली ने ഗാലിബ് പറയാണ്, എനിക്കറിയാവുന്ന ഒരു ഭിസ്തി എന്ന് പറയുന്നത് വെള്ളം കൊണ്ടുവരുന്ന ആളാണ്. അങ്ങനെയുള്ള ഒരാളുണ്ടായിരുന്നു. ഉസ്കാ നാം ക്യാ ഥാ? ചിരാഗ് അലി. അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു ചിരാഗ് അലി. ബെഹദ് സീദാ സാദാ ആദ്മി ഥാ അല്ലെ? അദ്ദേഹം എങ്ങനെയുള്ള ആളായിരുന്നു? വളരെ നിഷ്കളങ്കനായ അല്ല, ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. रोज़ सुबह शाम नहर का पानी अपनी मस्क में भरता और अल्लाह के गुण गाता हुआ सड़कों को सींचा करता. उसने क्या किया അല്ലെ? അദ്ദേഹം എന്താ ചെയ്തിരുന്നത്? റോസ് സുബഹ്, റോസ് എന്താണ്? ഡെയിലി, എല്ലാ ദിവസവും. സുബഹ് ഔർ ഷാം, സുബഹ് മോർണിംഗ്, ഷാം ഈവനിങ്, രാവിലെയും വൈകുന്നേരവും. നഹർ കാ പാനി അപ്നി മസ്ക് മേ ഭർത്ത. നഹർ എന്ന് പറയുന്നത് കനാലാണ് അല്ലെ? തോടിലുള്ള വെള്ളം തൻ്റെ മസ്ക് എന്ന് പറയുന്നത് ഒരു തുകൽ സഞ്ചിയാണ്. വെള്ളം കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു തുകൽ സഞ്ചിയാണ്. അതിൽ നിറച്ചിട്ട് സഡ്കോं को सींचा करता. कैसे सींचा करता? अल्लाह का गुण गाता हुआ അല്ലെ? ദൈവത്തെ, അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് റോഡുകളും വഴികളും ഒക്കെ നനയ്ക്കുമായിരുന്നു. खाने के लिए जो भी रूखी सूखी मिल जाती उसी को गले के नीचे उतार अपने में मग्न रहता. खाने के लिए जो मिल जाती
അല്ലെ, കഴിക്കാനായിട്ട് എന്താണ് ലഭിക്കുക? യേ ഖാക്കർ അപ്നെ കാം മേ മഗ്ന രഹത. അദ്ദേഹം എന്ത് ചെയ്യും? എന്താണ് കഴിക്കാൻ കിട്ടുന്നത്, ഉണങ്ങിയ റൊട്ടിയോ എന്തായിരുന്നാലും അത് കഴിച്ചിട്ട് അദ്ദേഹം തൻ്റെ ജോലിയിൽ മുഴുകുമായിരുന്നു. एक रोज़ दिल्ली के बड़े हाकिम हडसन साहब जब सड़क से अपने घोड़े पर सवार होकर निकल रहे थे, चिराग अली सड़क सींच रहा था. एक दिन क्या हो गया? അല്ലെ, ഒരു ദിവസം എന്താണ് സംഭവിച്ചത് നോക്കാം. അല്ലെ, एक रोज़ ദില്ലി കെ ബഡേ ഹാക്കിം ഹഡ്സൺ സാഹബ്, അല്ലെ, ദില്ലിയിലുള്ള ഒരു വലിയ ഓഫീസറാണ്, അല്ലെ, ബ്രിട്ടീഷ് ഓഫീസറാണ് ഹഡ്സൺ സാഹബ്. അദ്ദേഹം എന്ത് ചെയ്യായിരുന്നു? സഡക് സേ അപ്നെ ഘോഡെ പർ സവാർ ഹോക്കർ നിക്കൽ രഹേ ഥേ. അതായത് തൻ്റെ കുതിരപ്പുറത്തെ റോഡിലൂടെ സവാരി ചെയ്യാൻ പുറപ്പെട്ടതായിരുന്നു. ചിരാഗ് അലി സഡക് സീഞ്ച് രഹാ ഥാ. അല്ലെ, ആ സമയത്ത് ചിരാഗ് അലി എന്ത് ചെയ്യുകയായിരുന്നു? റോഡ് നനയ്ക്കുകയായിരുന്നു. ഉസ്നെ ഹഡ്സൺ സാഹബ് കോ സലാം നഹി കിയ. അല്ലെ, അള്ളാഹുവിൻ്റെ ഗുണഗാനം, അല്ലെ, ഗുണകീർത്തനങ്ങൾ പാടുന്നതിൽ മുഴുകിയിരുന്ന ഹഡ്സൺ സാഹബ് അദ്ദേഹത്തെ വന്ദിക്കാൻ മറന്നുപോയി. സലാം കർണ എന്താണ്? സല്യൂട്ട് ചെയ്യുക. അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് ഓർമ്മയില്ലായിരുന്നു. ഈശ്വർക്ക് ഗുൺ ഗാത്താ രഹ. അദ്ദേഹം എന്ത് ചെയ്തു? ഈശ്വരൻ്റെ ഗുണഗാനം ചൊല്ലിക്കൊണ്ടേയിരുന്നു. हडसन साहब को जो गुस्सा आया, उन्होंने अपनी तलवार से अभागे चिराग अली का पेट चीर डाला और उसकी लाश दिल्ली दरवाजे पर डांग दी. ये देखकर हडसन साहब को बड़ा गुस्सा आया. ഇത് കണ്ടപ്പോഴേ ഹഡ്സൺ സാഹബിനെ വലിയ ദേഷ്യം വന്നു. उसने क्या किया? उन्होंने अपनी तलवार से അഭാഗെ ചിരാഗ് അലി കാ പേട്ട് ചീർ ഡാല. അഭാഗെ, അല്ലെ, പാവം, ബേച്ചാര, അല്ലെ, പാവം ആ ചിരാഗ് അലിയുടെ വയറ്, അല്ലെ, പേട്ട് ചീർ ഡാല, വയറ് കുത്തിക്കീറി. और उसकी लाश എന്താണ്? ഡെഡ് ബോഡി, അല്ലെ, അദ്ദേഹത്തിൻ്റെ ശവശരീരം ദില്ലി ദർവാസെ പർ ഡാങ് ദി. ദില്ലിയിലെ ദർവാസയിലെ തൂക്കിയിട്ട്. ഇനി ഹഡ്സൺ സാഹബ് ने बहादुर शाह सफ़र के दोनों बेटों शाहजाद फसल और मिर्ज़ा अबू बकर का भी खूनकर उन्हें भी दिल्ली दरवाजे पर लटका दिए थे. അപ്പോൾ ഈ ഹഡ്സൺ സാഹബ് തന്നെയാണ് നമ്മുടെ ബഹാദൂർ ഷാഹ് സഫർ, ദില്ലിയിലെ അവസാനത്തെ ചക്രവർത്തിയായിരുന്ന ബഹാദൂർ ഷാഹ് സഫറിൻ്റെ 2 പുത്രന്മാരായ, ആരൊക്കെയാണ് അവരുടെ പേര്? ഷാഹ്സാദ ഫസൽ, അതേപോലെ മിർജ അബൂബക്കർ. ഇവരെ 2 പേരെ എന്ത് ചെയ്തു? വധിച്ചിട്ട് ഉൻകെ സിർ ദില്ലി ദർവാസെ പർ ലട്കാ ദിയേ ഥേ. അവരുടെ തലകളെ എന്ത് ചെയ്തു? ദില്ലിയുടെ വാതിലിൽ കെട്ടിത്തൂക്കി. हडसन को हिंदुस्तानियों का खून करने में बड़ा मज़ा आता था. ഹഡ്സൺ ऐसा एक अफसर था. അല്ലേ, ഹഡ്സൺ എന്ന് പറയുന്ന അങ്ങനെയുള്ളൊരു ഓഫീസറായിരുന്നു. അല്ലെ, ഹിന്ദുസ്ഥാനിയോ കാ ഖൂൻ കർണേമേ. ഖൂൻ കർണ എന്താണ്? ടു കില്ലാണ്. അല്ലേ, ഹിന്ദുസ്ഥാനികളെ കൊല്ലാൻ അയാൾക്ക് ഭയങ്കരമായൊരു മസ, അല്ലേ, ഒരു ജോക്കായിരുന്നു അദ്ദേഹത്തിന് ഹിന്ദുസ്ഥാനികളെ വധിക്കുക എന്ന് പറയുന്നത്. आगे देखिए, मेरे पड़ोस में एक गरीब औरत मेहरुन्निसा रहती है. उसके पति की मौत को 7 साल हुए हैं. अकेली औरत दूसरों के घर में झाड़ू लगाकर किसी तरह से अपनी गुजर बसर करती थी. लेकिन जब घर ही नहीं रहे, बस्ती की बस्तियाँ जला दी गई तो मेहरुन्निसा काम न मिलने से भूखे मरने लगी. आज उसके यहाँ मैंने 10 रोटियाँ पहुँचाई. दूसरी जो 10 रोटियाँ बची उससे मेरे दोनों बेटों और नौकरों का काम चला. मेरे हिस्से में 1.5 रोटी आई. फिर भी तसल्ली थी कि मेरी रोटियों से मेहरुन्निसा और उसकी 2 बेटियों की भूख तो बुझी. मेरा क्या, मेरी तो भूखा रहने की आदत ही हो गई है. പിന്നീട് മിർജ ഗാലിബ് അടുത്ത ഒരു സംഭവത്തെക്കുറിച്ചാണ് തൻ്റെ ഡയറിയിൽ എഴുതിയിരിക്കുന്നത്. मेरे पड़ोस में एक गरीब औरत മെഹറുന്നിസ രഹത്തി ഹെ. അദ്ദേഹത്തിൻ്റെ പഡോസ് എന്താണ്? അയൽ വീട്ടിലെ, അല്ലെ, അദ്ദേഹത്തിൻ്റെ നെയ്ബറായിട്ട് മെഹറുന്നിസ എന്ന പേരുള്ള ഒരു ഗരീബ് സ്ത്രീ, അല്ലെ, ദരിദ്രയായ ഒരു സ്ത്രീ താമസിച്ചിരുന്നു. ഉസ്കെ പതി കി മൗത്ത് കോ 7 സാൽ ഹുയേ ഹേ. അല്ലെ, അവരുടെ ഭർത്താവ് മരിച്ചിട്ട് 7 വർഷമായിരുന്നു. അക്കേലി ഔരത്ത്, അല്ലെ, അവർ തനിച്ചാണ്. दूसरों के घर में झाड़ू लगाकर किसी तरह से अपनी गुजर बसर करती थी. മറ്റുള്ളവരുടെ വീടുകളിലെ ജാഡു ലഗാൻ എന്താണ്? അടിച്ചു വാരുക, അല്ലെ, അടിച്ചു വാരിയിട്ടാണ് അവർ തൻ്റെ ജീവിതം കഴിച്ചു കൂട്ടിയിരുന്നത്. लेकिन जब घर ही नहीं रहे, बस्ती की बस्तियाँ जला दी गई तो मेहरुन्निसा काम न मिलने से भूखों मरने लगी.
എന്നാൽ ഇന്നെന്താണ് അവിടെ കൊയ് ഘർ നഹി ഹേ അല്ലെ, അവിടെ വീടുകളൊന്നുമില്ല. ബസ്തിക്ക് സാരി ബസ്തിയാം അല്ലെ, കോളനിയിലെ എല്ലാ വീടുകളും ബ്രിട്ടീഷുകാരെന്ത് ചെയ്തിട്ടുണ്ട്, കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മെഹറുനിസ ജോലിയൊന്നുമില്ലാതെ മരിക്കാൻ തുടങ്ങിയിരുന്നു. ഭൂഖോ മർനെ ലഗി, വിശന്ന് മരിക്കാൻ തുടങ്ങിയിരുന്നു. ആജ് ഉസ്കെ യഹാ മേനെ 10 റോട്ടിയാം പഹുച്ചായി അല്ലേ, ഇന്ന് നമ്മുടെ ഗാലിബ് എന്ത് ചെയ്തു, അവിടെ അവർക്ക് 10 റോട്ടി എന്താണ്, ചപ്പാത്തി അല്ലേ, 10 ചപ്പാത്തികൾ അവിടെ എത്തിച്ചു. दूसरी जो 10 रोटियां बची उससे मेरे दोनों बेटों और नौकरों का काम चला. പിന്നെ ആകെ 10 ചപ്പാത്തികളാണ് അവശേഷിച്ചിരുന്നത്. അത് എന്ത് ചെയ്തു, ഉസ്സെ മേരെ ദോനോ ബേട്ടെ അല്ലെ, നമ്മുടെ ഗാലിബിൻ്റെ 2 കുട്ടികളും അവർ നൗക്കരും കാ കാം ചല, അവിടെ ഉണ്ടായിരുന്ന വേലക്കാരും കഴിച്ചു. മേരെ ഹിസ്സമേ ടേഡ് റോട്ടി ആയി. അങ്ങനെ ഗാലിബിൻ്റെ പങ്കായിട്ട് അല്ലെ, ഭാഗമായിട്ട് എത്രയാണ് എത്തിയത്, 1.5. ടേഡ് എത്രയാണ്, 1.5 അല്ലെ, 1.5 റോട്ടിയാണ് അവിടെ എത്തിയത്. फिर भी तसली थी कि मेरी रोटियों से मेहरुनिसा और उसकी 2 बेटियों की भूख तो बुझी അല്ലേ. എന്നാൽ അദ്ദേഹത്തിന് തസ്ലി എന്താണ്, ആശ്വാസം അല്ലേ, നമ്മുടെ ഗാലിബിന് ആശ്വാസമുണ്ടായിരുന്നു. എൻ്റെ ചപ്പാത്തി കഴിച്ചിട്ട് മെഹറുനിസയുടെയും അതേപോലെ തന്നെ അവരുടെ 2 മക്കളുടെയും വിശപ്പ് അടങ്ങിയല്ലോ എന്ന് അദ്ദേഹം ആശ്വസിച്ചു. മേരി തോ ഭൂഖ രഹനെ കി ആദത്ത് ഹി ഹോ ഗയി ഹേ അല്ലെ, ഇപ്പോഴെന്താണ് എൻ്റെ അവസ്ഥയെക്കുറിച്ച് എന്ത് പറയാനാണ്, എനിക്കിപ്പോഴെന്താണ് ഭൂഖ രഹനേക്ക് അല്ലെ, വിശന്നിരിക്കുക എന്ന് പറയുന്നത് ഒരു ഹാബിറ്റായിട്ട്, ഒരു ശീലമായിട്ട് മാറിയിരുന്നു. मेरा पड़ोसी हीरा सिंह एक नौजवान है, वो मुझे हिम्मत बंधाता है. इस आधे वीरान और आधे आबाद शहर में शिवजी राम भी तो है, जो मुझसे कहते हैं कि मुसीबत की ये दिन कभी न कभी तो खत्म होंगे. उनका लड़का बाला मुकुंद मुझे अपने पिता की तरह चाहता है. जब मैं बीमार पड़ा, बाला मुकुंद अंग्रेज सिपाहियों की नजरों से बचते बचाते एक हकीम को मेरे पास ले आया. हकीम की दवा से मेरी जान बची. मुझे ज़िंदगी बाला मुकुंद की मदद से ही वापस मिली. दूर के दोस्तों में मेरठ के हरि गोपाल तुफ्ता है, वे शायरी करते हैं. उन्होंने मुझे अपने घर मेरठ से नकद रुपया भेजा है. गेहूँ की कुछ बोरियां भी तुफ्ता के आदमी मेरे घर रख गए हैं. उन्होंने कहला भेजा है कि मैं फिक्र न करूं, वे मेरी मदद हर किस्म से करते रहेंगे. मेरा पड़ोसी हीरा सिंह एक नौजवान है അല്ലേ. അടുത്തതായിട്ട് ഗാലിബ് പറയാണ് എൻ്റെ മറ്റൊരു നെയ്ബറെ, उसका नाम क्या है, ഹീരാ സിംഗ് അല്ലേ. ഹീരാ സിംഗ് ഏക് നൗജവാൻ ഹേ അല്ലെ, അദ്ദേഹം ആരായിരുന്നു, ഒരു യങ് ആയിട്ടുള്ള ഒരു യങ് മാൻ ആയിരുന്നു ഈ ഹീരാ സിംഗ്. വ മുझे ഹിമ്മത്ത് ബന്ധാത്താ ഹേ, അദ്ദേഹമാണ് എനിക്ക് എന്ത് തന്നിരുന്നത്, ധൈര്യം പകർന്നു തന്നിരുന്നത്. ഹിമ്മത്ത് എന്താണ്, ധൈര്യം. ഇസ് ആധേ വീരാൻ ഔർ ആധേ ആബാദ് ശഹർ മേ ശിവജി റാം ഭി തോ ഹേ. ഇസ് ആധേ വീരാൻ, വീരാൻ എന്താണ്, വിജനമായ അല്ലേ. അവിടെ എന്താണ്, ആ ഗ്രാമത്തിലെ ഇപ്പോഴെന്താണ്, വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ അല്ലേ. ആധേ വീരാൻ അല്ലേ, പകുതി വിജനമായ, ഔർ ആധേ ആബാദ്, പകുതി ജനസംഖ്യയുള്ള, ഷഹർമേ ശിവജി രാം ഭി തോ ഹേ, അവിടെ ശിവജി രാം എന്ന പേരുള്ള മറ്റൊരാളും കൂടി ഉണ്ടായിരുന്നു. जो मुझसे कहते हैं कि मुसीबत के ये दिन कभी न कभी तो खत्म होंगे അല്ലേ. ശിവജി റാം എന്ന് പറയുന്ന അദ്ദേഹം എന്നോട് പറയാറുണ്ടായിരുന്നു അല്ലേ, ഇസ് മുസീബത്ത് കെ ദിൻ അല്ലെ, ഇങ്ങനെയുള്ള ആപത്ത് നിറഞ്ഞ, കഷ്ടപ്പാട് നിറഞ്ഞ ഈ ദിവസങ്ങൾ എന്താണ്, കഭി ന കഭി ദിൻ ഖത്മ ഹോഗേ, ഏതെങ്കിലും ഒരു ദിവസം അവസാനിക്കും. ഉൻകാ ലഡ്ക ബാൽ മുകുന്ദ് മുझे उनके पिता की तरह चाहता है. ശിവജി റാം കാ ഏക് ലഡ്ക ഹേ, ഉസ്കാ നാം ഹേ ബാല മുകുന്ദ് അല്ലെ. ശിവജി റാമിന് ഒരു മകനുണ്ട്, അവൻ്റെ പേരാണ് ബാല മുകുന്ദ് അല്ലെ. വോ ബി മുझे बहुत प्यार करती है അല്ലെ, അവനും എന്താണ്, എന്നെ അവൻ്റെ അച്ഛനെ പോലെ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. जब मैं बीमार पड़ा, बाला मुकुंद अंग्रेज सिपाहियों की नजरों से बचते बचाते एक हाकिम को मेरे पास ले आया അല്ലെ. ജബ് മേ ബീമാർ പടാ അല്ലെ, എപ്പോഴാണ് ഞാൻ രോഗിയായിരുന്നത്, ഉസ് അവസർ പർ ബാല മുകുന്ദിനെ അംഗ്രേസ് സിപ്പാഹിയോ കാ നസർ ബച്ചാക്കർ അല്ലെ, ബ്രിട്ടീഷ് ഭടന്മാരുടെ ദൃഷ്ടിയിൽ നിന്ന്
ഒഴിഞ്ഞു മാറിക്കൊണ്ട് അല്ലേ, ബച്ചത്തെ ബച്ചാത്തെ അവരിൽ നിന്ന് രക്ഷ നേടിക്കൊണ്ട് ഏക്ക് ഹക്കിം കോ മേരെ പാസ്ലേ ആയി, ഒരു ഹക്കിമിനെ, ഒരു വൈദ്യനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഹക്കിം കി ദവ സെ മേരി ജാൻ ബച്ചി, അങ്ങനെ ആ ഒരു വൈദ്യൻ്റെ ദവ എന്താണ്, മെഡിസിൻ അല്ലേ, മരുന്ന് കൊണ്ട് എൻ്റെ ജീവൻ രക്ഷപ്പെട്ടു. മുझे ജിന്ദഗി ബാലമുകുന്ദ് കി മദദ് സെ ഹി വാപ്പസ് മിലി, എനിക്ക് ജീവൻ ബാലമുകുന്ദിൻ്റെ സഹായത്താലാണ് തിരിച്ചു ലഭിച്ചത്. दूर के दोस्तों में मेरठ के ഹരി ഗോപാൽ തുഫ്ത ഹെ, ഇനി വീണ്ടും ഗാലിബ് പറയാണ്, എൻ്റെ കുറച്ച് ദൂരെയുള്ള ദോസ്ത് സുഹൃത്തുക്കളിലെ വേറൊരാൾ കൂടെയുണ്ട്. ഉസ്ക നാം ഹെ ഹരി ഗോപാൽ തുഫ്ത, അല്ലെ, ഹരി ഗോപാൽ എന്ന് പറയുന്ന ഒരാളുണ്ട്. വേ ശായരി കർത്തെ ഹെ, അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു, കവിത എഴുതുമായിരുന്നു. ഉन्होंने मुझे अपने घर मेरठ के नकद रुपया भेजा है, അല്ല അദ്ദേഹം എനിക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന്, മീററ്റിൽ നിന്ന് എന്താണ് നക്കത് റുപ്യ, ഏതാണ് റെഡി ക്യാഷ് അല്ലെ, പൈസ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഗേഹു കി കുച്ച് ബോറിയാം ഭി തുഫ്ത കെ ആദ്മി മേരെ ഘർ രഖ് ഗേ ഹേ, അല്ല ഗേഹു എന്താണ് വീറ്റ് അല്ലെ, ഗോതമ്പിൻ്റെ കുറച്ച് ബോറിയാം സാക്കാണ്, കുറച്ച് ചാക്കുകളും അദ്ദേഹത്തിൻ്റെ ആളുകൾ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിരുന്നു. ഉन्होंने कहला भेजा है कि मैं फिक्र न करूं, അല്ലെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞയച്ചിരുന്നു, കൊയ് ചിന്താന കരോ അല്ലെ, എന്നോട് ഇങ്ങനെ പറഞ്ഞയച്ചിരുന്നു, നിങ്ങളൊന്നും വിഷമിക്കേണ്ട. വേ മേരി മദദ് ഹർ കിസ്മ സെ കർത്തേ രഹേംഗെ, അവരെ എന്നെ പലതരത്തിലും സഹായിച്ചു കൊണ്ടിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞയച്ചിരുന്നു. आगे की बातें देखिए, ये बातें जिनका लिखना ज़रूरी नहीं था, सिर्फ इसलिए लिखी थी इन लोगों की दरिया दिली और हमदर्दी का शुक्रिया अदा हो जाए. रात को चिराग नहीं जलते, दिन में चूल्हे नहीं सुलगते, जब अनाज ही नहीं तो चूल्हे कहाँ से जले. मकानों के मालिक मार डाले गए हैं, वे होते तो घरों में गल्ला पानी आता. गालिब, जिसके इस शहर में हज़ारों दोस्त हैं, इस तन्हाई में और अकेलापन में सिर्फ अपनी कलम के सहारे ही जिंदा बचा रह गया है. उसके सारे दोस्त एक एक कर मार डाले गए. मेरी आत्मा में अब केवल दुख ही दुख है. मैं अपना बिस्तर और कपड़े बेच बेच कर ज़िंदगी गुजार रहा हूँ. दूसरे लोग जिस तरह से रोटियां खाते हैं, मैं कपड़े खा रहा हूँ. डरता हूँ कि जब सब कपड़े खा लूँगा तो नंगा ही भूखा मर जाऊँगा. ये बातें जिनका लिखना ज़रूरी नहीं था. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതേണ്ടത് ആവശ്യമായിരുന്നില്ല എന്നാണ് ആര് പറയുന്നത്, മിർസ ഗാലിബ് പറയുന്നത്. ഏത് കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഇത്രയും കാര്യങ്ങളെ അല്ലേ, ഇവിടെ അദ്ദേഹത്തെ സഹായിച്ചിരുന്ന ഒരുപാട് ആളുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പടോസെ हीरा सिंह के बारे में बताया. इसके बाद उन्होंने शिवजी राम के बारे में और उसका पुत्र का नाम क्या है, बालमुकुंद अल्ले, बालमुकुंद और एक आदमी हरि गोपाल तुफ्ता अल्ले, आदि आदि अनेक लोगों के बारे में बताया था. ധാരാളം ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ये बातें जिनका लिखना ज़रूरी नहीं था, എന്താണ് പറയുന്നത്, ഈ കാര്യങ്ങളൊക്കെ എന്താണ് എഴുതേണ്ടത് ആവശ്യമല്ല അല്ലേ. സിർഫ് ഇസ്ലിയെ ലിഖി थी അല്ലേ, എന്തിനു വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്, ഇൻ ലോഗോं की दरियादिली और हमदर्दी की शुक्रिया अदा हो जाए. ഇവർ ചെയ്തു തന്ന ദരിയാദലി എന്താണ്, മേഴ്സിയിൽ അവരുടെ കാരുണ്യത്തിന് അല്ലെ, അവരുടെ ശുക്രിയ അല്ലെ, നന്ദി പറയാൻ വേണ്ടി മാത്രമാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. रात को चिराग नहीं जलते, दिन में चूल्हे नहीं सुलगते अല്ലെ, उन दिनों അല്ലെ, ആ ദിവസങ്ങളിൽ എന്താണ്, ദില്ലി മേ രാത് മേ ചിരാഗ് നഹി ജൽത്തെ, രാത്രിയിലെ വിളക്ക് കത്തിച്ചിരുന്നില്ല. और दिन में चूल्हे भी नहीं सुलगते, പകല് ചുൽഹ എന്താണ്, അടുപ്പാണ്, അടുപ്പും കത്തിയിരുന്നില്ല. ജബ് അനാജ് ഹി നഹി തോ ചുൽഹെ കഹാം സെ ജലെ, ധാന്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അടുപ്പ് കത്തേണ്ട ആവശ്യം. മക്കാനൊക്കെ മാലിക് മാർ ഡാലേ ഗേ ഹേ, വീടുകളിലൊക്കെയുള്ള കെട്ടിടങ്ങളിലൊക്കെയുള്ള അവിടെയുള്ള യജമാനന്മാരൊക്കെ എന്താണ്, കൊല്ലപ്പെട്ടു. വേ ഹോത്തെ തോ ഘരോ മേ ഗല്ല പാനി അത്ത, അവരുണ്ടായിരുന്നെങ്കിൽ വീടുകളിൽ ഗല്ല എന്താണ്, ഗ്രെയിൻ അല്ലെ, ധാന്യവും അതേപോലെ വെള്ളവും ഉണ്ടാകുമായിരുന്നു. ഗാലിബ്, ജിസ്കെ ഇസ് ഷഹർ മേ ഹസാരോ ദോസ്ത് ഹേ അല്ലെ, ഗാലിബ് പറയാണ്, എനിക്ക് അല്ലേ, നിനക്ക് ഈ ഇവിടെ ജിസ്കെ ഇസ് ഷഹർ മേ, ഈ ഷഹർ ഈ പട്ടണത്തിലെ ഹസാരോ ദോസ്ത് ഹേ, ആയിരക്കണക്കിന് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഇസ് തൻഹായി ഔർ അക്കേലെ പന്മേ അല്ലെ, ഈ ഒരു തൻഹായി ലോൺലിനെസ് അല്ലെ, ഇപ്പോഴെന്താണ്
गालिब अकेले है അല്ലെ उसके दोनों पुत्र को भी अंग्रेजों ने मार डाला അല്ലെ ഗാലിബിൻ്റെ 2 മക്കളെയും ബ്രിട്ടീഷുകാർ കൊന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ घर में अकेले ही है അല്ലെ ഇപ്പോൾ വീട്ടിൽ എന്താണ് തനിച്ചാണ് അല്ലെ इस तन्हाई और अकेलेपन में ഈ ഒരു ലോൺലിനെസ്സിലെ സിർഫ് अपनी कलम के सहारे ही जिंदा बच रहा गया है അല്ലെ അദ്ദേഹം വെറും അദ്ദേഹത്തിൻ്റെ കലം കെ സഹാരെ അദ്ദേഹത്തിൻ്റെ തൂലികയുടെ സഹായത്താൽ മാത്രമാണ് അദ്ദേഹം ജീവൻ അവശേഷിപ്പിച്ചത് उसके सारे दोस्त एक एक कर मार डाले गए അദ്ദേഹത്തിൻ്റെ മുഴുവൻ സുഹൃത്തുക്കളും ഓരോരുത്തരായിട്ട് വധിക്കപ്പെട്ടു मेरी आत्मा में अब केवल दुख ही दुख है അല്ലെ എൻ്റെ മനസ്സിൽ ഇപ്പോഴേ ദുഃഖം മാത്രമേ ഉള്ളൂ मैं अपना बिस्तर और कपड़े बेच बेच कर जिंदगी गुजर रहा हूँ ഞാൻ എൻ്റെ ബിസ്തർ അല്ല കിടക്കയും അതേപോലെ കപ്പട ബേച്ച് ബേച്ച്കാർ വസ്ത്രങ്ങളൊക്കെ വിറ്റിട്ടാണ് ഇപ്പോഴെൻ്റെ ജീവിതം കഴിച്ചു കൂട്ടുന്നത് ദൂസരെ ലോഗ് ജിസ് തരസെ റോട്ടിയാ ഖാത്തെ ഹേ അല്ലെ മറ്റുള്ളവരെങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് മേ കപ്പടേ ഖാ രഹാഹും ഞാൻ മറ്റുള്ളവർ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ കഴിക്കുന്നത് എന്താണ് കപ്പടേ ഖാ രഹാഹും വസ്ത്രമാണ് കഴിക്കുന്നത് ഡർത്താഹും കി ജബ് സബ് കപ്പടേ ഖാ ലൂങ്ക അല്ല ഞാൻ ഭയപ്പെടുകയാണ് എപ്പോഴാണ് എല്ലാ വസ്ത്രവും തിന്ന് തീരുക തോ നങ്കെ ഹി ഭൂഖ മർ ജാവുക അപ്പോഴേക്കും ഞാൻ എന്താണ് നങ്കെ അല്ലെ നേക്കഡായിട്ട് വിശന്ന് മരിക്കുമെന്ന് ഞാൻ ഭയപ്പെടുകയാണെന്നാണ് ഗാലിബ് തൻ്റെ ഡയറിയിലൂടെ പറയുന്നത് അപ്പോൾ ചരിത്രത്തിലെ ഏതാനും ഭാഗങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 1857 യുദ്ധാനന്തര ദില്ലിയെക്കുറിച്ച് അല്ലെ ഈ ഒരു വിവരം നമുക്ക് ലഭിക്കുന്നത് ചരിത്രത്തിലൂടെയാണ് അല്ലെ ഇതിഹാസ് കെ പന്നസെ അല്ലേ ചരിത്രത്തിൻ്റെ ഏടുകളിലൂടെയാണ് നമുക്ക് ഈ വിവരങ്ങളെയൊക്കെ അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇവിടെ അവസാനിച്ചു എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക ധന്യവാദം